പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കരിനിഴൽ വീഴ്ത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന പുറത്തുവരുന്നു. ഇറാൻ ഇനി ലോകത്തിനു മുന്നിൽ ചിരിക്കില്ലെന്നും കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി അവർ തുടരുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ സമയമായെന്നുമാണ് ട്രംപ് നൽകിയിരിക്കുന്ന താക്കീത്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടയിലാണ് ഈ നാടകീയ നീക്കം. എന്നാൽ ഈ നീക്കത്തെ തികഞ്ഞ അവിശ്വാസത്തോടെയും കർക്കശമായ നിലപാടോടെയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ ഇറാന്റെ നീക്കങ്ങൾ വെറും നാടകമാണെന്ന് ആക്ഷേപിച്ച ട്രംപ് കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ലോകരാഷ്ട്രങ്ങളോട് ഒളിച്ചുകളി നടത്തുകയാണെന്ന് തുറന്നടിച്ചു. തീരുമാനങ്ങൾ എടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുക എന്നത് ഇറാന്റെ പഴയ തന്ത്രമാണെന്നും എന്നാൽ തന്റെ ഭരണത്തിന് കീഴിൽ ഇത്തരം പയറ്റുകൾ ഇനി നടപ്പിലാകില്ലെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. ഇറാൻ ഇനി നമ്മളെ നോക്കി പരിഹാസത്തോടെ ചിരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് ഇറാന്റെ സമാധാന വാഗ്ദാനങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ചർച്ചകളുടെ മറവിൽ സമയം സമ്പാദിച്ച ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് നിരീക്ഷിക്കുന്നു. ഇതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും മേഖലയിൽ യുദ്ധഭീതി നിഴൽ വീണ്ടും കനക്കുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ കർക്കശ നിലപാട് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഇറാന് മുന്നിൽ അമേരിക്ക വരച്ചിരിക്കുന്ന ലക്ഷ്മണ രേഖയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡർ മൈക്ക് വാൾസ് അതീവ ഗൗരവകരമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇറാനെ ഒരിക്കലും ഒരു ആണവായുധം കൈവശം വയ്ക്കാൻ പ്രസിഡന്റ് ട്രംപ് അനുവദിക്കില്ലെന്ന കർക്കശമായ നിലപാട് ആവർത്തിച്ചു. സൈനികമായ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ ഉപരിയായി അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാന്റെ നട്ടെല്ലൊടിക്കാനാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തെയോ വിപണിയെയോ തങ്ങളുടെ താൽപര്യങ്ങൾക്കായി ബന്ദിയാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും അമേരിക്കയുടെ നിബന്ധനകൾ ലംഘിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും വാട്സ് വ്യക്തമാക്കി. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇറാന്റെ മേൽ സൈനിക സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി അവരെ ഒരു അന്തിമ കരാറിലേക്ക് എത്തിക്കുക എന്ന നയതന്ത്ര തന്ത്രമാണ് അമേരിക്ക ഇതിലൂടെ പയറ്റുന്നത്. പശ്ചിമേഷ്യയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന യുദ്ധഭീതി ഒഴിവാക്കുന്നതിനായി അയൽരാജ്യമായ പാകിസ്ഥാൻ നിർണായകമായ നയതന്ത്ര ഇടപെടലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾക്കുള്ള ഇറാന്റെ മറുപടി വൈറ്റ് ഹൌസിലേക്ക് എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ ഒരു പ്രധാന മധ്യസ്ഥന്റെ പങ്കുവഹിച്ചു. എന്നാൽ പാകിസ്ഥാൻ വഴി ലഭിച്ച ഈ നിർദ്ദേശങ്ങളെ പാടെ തള്ളിക്കൊണ്ട് അതീവ കർക്കശമായ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലിക വിട്ടുവീഴ്ചകളോ പകുതി സമ്മതമുള്ള കരാറുകളോ അംഗീകരിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. പകരം ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുന്ന രീതിയിലുള്ള ഒരു അന്തിമ കരാർ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇപ്പോൾ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നത്. കേവലം സമാധാന ചർച്ചകൾ എന്നതിലുപരി ഇറാന്റെ സൈനിക ആണവ ശേഷികളെ തളയ്ക്കുന്ന ഒരു ഉടമ്പടിയിലേക്ക് അവരെ എത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ യഥാർത്ഥ പദ്ധതിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കിടയിലും ഇത്തരം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ ഈ കടുത്ത പ്രസ്താവന പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണവും സംഘർഷഭരിതവുമാകാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കയുടെ ഈ കർക്കശ നിലപാടിന് ഇസ്രായേൽ പൂർണ്ണമായും സ്വാഗതം ചെയ്യാനാണ് സാധ്യത. കാരണം ഇറാന്റെ ആണവ മോഹങ്ങളെ തടയാൻ ഇത്തരം ശക്തമായ സമ്മർദ്ദങ്ങൾ അത്യാവശ്യമാണെന്ന് അവർ കാലങ്ങളായി വാദിക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ ആഗോള ശക്തികളായ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ ഏറെ നിർണായകമാകും. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം തങ്ങളുടെ രാജ്യത്ത് സൂക്ഷിക്കാൻ തയ്യാറാണെന്ന റഷ്യയുടെ വാഗ്ദാനം പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൂടാതെ ചൈനീസ് സ്ഥാനപതി ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങളിൽ ചൈനയും റഷ്യയും നൽകുന്ന ഉറപ്പുകൾ അമേരിക്ക എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. ഇറാന്റെ മേൽ സൈനിക സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കം പശ്ചിമേഷ്യയിൽ പുതിയൊരു ശീതയുദ്ധത്തിനോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നയതന്ത്ര മാറ്റങ്ങൾക്കോ കാരണമായേക്കാം. ട്രംപിന്റെ നയതന്ത്ര ശൈലി പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണഘട്ടമായി മാറിയിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് നയതന്ത്രം മുറിവേൽപ്പിക്കുകയും അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഈ മാക്സിമം പ്രഷർ നയം ഇറാനെ എത്രത്തോളം വഴിക്ക് കൊണ്ടുവരും എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. സമാധാനത്തിന്റെ വാക്കുകൾ കൊണ്ട് നയതന്ത്രം മുറിവേൽപ്പിക്കുകയും അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഈ മാക്സിമം പ്രഷർ നയം ഇറാനെ എത്രത്തോളം വഴിക്ക് കൊണ്ടുവരുമെന്നത്
എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. സമാധാനത്തിന്റെ വാതിലുകൾ തുറക്കാൻ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുമ്പോഴും മറുവശത്ത് വൈറ്റ് ഹൌസിൽ നിന്നുയരുന്ന യുദ്ധസമാനമായ വാക്കുകളും കർക്കശമായ താക്കീതുകളും ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ട്. ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കവേ തന്നെ ഇറാന്റെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുമോ എന്ന ഭയവും നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും പുറത്തുവരാനിരിക്കുന്ന ഔദ്യോഗിക പ്രതികരണങ്ങളും നയരൂപീകരണങ്ങളും പശ്ചിമേഷ്യയുടെ ഭാവി സമാധാനത്തിലേക്കാണോ അതോ മറ്റൊരു വലിയ സംഘർഷത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും.